എല്ലാ മുന്നണികളിലും നിയമസഭാ തെരഞ്ഞെടുപ്പിനോടടുത്ത് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന തിരക്കുകളും ചർച്ചകളും സജീവമായി തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കോൺഗ്രസിനെയാണ്. കോൺഗ്രസും BJP ഒക്കെ തന്നെയാണെങ്കിലും ഈ മാസം, അതായത് ജനുവരി പകുതിയോടുകൂടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. അതിലിപ്പോൾ കോൺഗ്രസിൽ നിന്ന് നമുക്ക് പുറത്തു വരുന്ന വാർത്തകൾ പ്രകാരം രമ്യ ഹരിദാസിനെ തിരുവനന്തപുരത്ത് മത്സരിപ്പിക്കാൻ, അല്ലെങ്കിൽ അവർക്ക് തിരുവനന്തപുരത്ത് മത്സരിക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആഗ്രഹമുണ്ട് എന്ന് പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഇത്തരത്തിൽ രമ്യ ഹരിദാസ് അവിടെ മത്സരിച്ചാൽ ദളിത് കോൺഗ്രസ് അതിനെ അംഗീകരിക്കില്ല, അവർക്ക് വേണ്ടി പ്രചാരണത്തിന് ഇറങ്ങില്ല, അല്ലെങ്കിൽ അവിടെ മത്സരിക്കാൻ സമ്മതിക്കില്ല എന്നുള്ളൊരു വാർത്തകളാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ പിന്നീട് രമ്യ ഹരിദാസിന് ഇനി എവിടെയായിരിക്കും സ്ഥാനം നൽകുക? എവിടെയെങ്കിലും കൊടുക്കുമായിരിക്കും, അങ്ങനെ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. എന്തായാലും ആ ഒരു തീരുമാനം എന്ന് വെച്ചാൽ രമ്യയുടെ മുഖത്ത് നോക്കിയൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നാണ് കേട്ടത്. തിരുവനന്തപുരം ലക്ഷ്യം വെക്കണ്ട, ഞങ്ങള് ഇവിടെ മത്സരിപ്പിക്കില്ല എന്നൊക്കെ. പക്ഷെ അങ്ങനെയൊക്കെ ആലോചിച്ചു കഴിഞ്ഞാല് ഈ കഴിഞ്ഞ ഇലക്ഷന് K രാധാകൃഷ്ണനോട് തോറ്റു എന്നുള്ളതൊക്കെ, അതിന് മുൻപ് ഈ 19 ഇടങ്ങളിൽ ആലപ്പുഴ കൈവിട്ട് പോയപ്പോഴും ബാക്കി 19 ഇടങ്ങളിൽ ഒരു ലോക്സഭാ സീറ്റ് രമ്യ ഹരിദാസിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. പിന്നെ അതിന്റെ അപ്പുറത്തേക്കും അവരുടേതായിട്ടുള്ള കുറച്ചൊരു നെഗറ്റീവ് റീച്ചിന്റെ പുറത്താണ്. ഒട്ടും അങ്ങ് വോട്ടില്ലായ്മ ഒന്നും ആയിരുന്നില്ല രമ്യ ഹരിദാസിന്. അവരുടേതായിട്ടുള്ള കുറച്ച് വോട്ടുകളൊക്കെ അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ മുഖത്ത് നോക്കിയൊക്കെ ഒരു നേതാവിനോടൊക്കെ പറഞ്ഞതിൽ ഒരു വിഷമം തോന്നുന്നു രമ്യയെ ആലോചിക്കുമ്പോൾ. അതെ, പക്ഷെ എന്റെ ഇപ്പം നമുക്ക് തോന്നുന്നത് സ്വാഭാവികമായ സംശയമാണ്. ഈ പറയുന്ന രമ്യ ഹരിദാസിനെ ഇപ്പോൾ ചിറയൻകീഴിൽ മത്സരിപ്പിക്കാൻ സാധ്യതയുണ്ട്, വിജയ സാധ്യത ഉള്ളിടത്ത് മത്സരിപ്പിക്കാൻ സാധ്യതയുണ്ട്. അതിനുള്ള ഒരു ചരടുവലികൾ നേതാക്കന്മാർക്കിടയിൽ നടക്കുന്നുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഒരുപക്ഷെ അങ്ങനെ ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയാണ്, പരസ്പരം പോരുവിളികളും തല്ലും സീറ്റിന് വേണ്ടിയുള്ള അടിയും ഒക്കെ സ്വാഭാവികമായ കാര്യമാണ്. ഇവിടെ രമ്യ ഹരിദാസിന് ചിറയൻകീഴ് പോലൊരു മണ്ഡലം നൽകുമ്പോൾ, വിജയ സാധ്യത ഉറപ്പിക്കുമ്പോൾ അതിൽ തൃപ്തികരമല്ലാത്ത അല്ലെങ്കിൽ അതൃപ്തിയുള്ള ചില നേതാക്കന്മാർ ഇത്തരത്തിൽ പുറകിൽ നിന്ന് കളിക്കുന്ന, അല്ലെങ്കിൽ രമ്യ ഹരിദാസിനെ ചിറയൻകീഴും മത്സരിപ്പിക്കേണ്ട എന്ന് തീരുമാനിച്ചിറങ്ങിയിരിക്കുന്നത് കൊണ്ടായിരിക്കുമോ ഇത്തരത്തിലൊരു നീക്കങ്ങൾ പല കോണുകളിൽ നിന്നും ഉയർന്നു വരുന്നത്? ഒന്നാമത്തെ കാര്യം, ഈ ചിറയൻകീഴും ആറ്റിങ്ങലുമാണ് സാധ്യതാ മണ്ഡലങ്ങളായിട്ട് പറയുന്നത്. അപ്പോ അവിടെ ദളിത് പ്രതിനിധിയായിട്ട് തന്നെയാണ് രമ്യ ഹരിദാസിനെ മത്സരിപ്പിക്കാനുള്ള ഒരു വിഭാഗത്തിന്റെ ഭാഗത്തുനിന്നും രമ്യയെ ഈ പറയുന്ന തിരുവനന്തപുരത്ത് ഇതിലേതെങ്കിലും ഒരു മണ്ഡലങ്ങൾ, അതിൽ സാധ്യത കൂടുതലായിട്ടും ചിറയൻകീഴിൽ മൽസരിപ്പിക്കാമെന്നൊരു അഭിപ്രായം പറയുന്നു. അതേപോലെ KPCC മീറ്റിംഗിലൊക്കെ രമ്യ ഹരിദാസ് വരുന്നുണ്ട് തിരുവനന്തപുരത്ത്. അപ്പൊ തിരുവനന്തപുരം എന്ന് പറയുന്നത് കൃത്യമായി നല്ല മത്സരം നടക്കുന്ന ഒരു ജില്ലയാണ് തിരുവനന്തപുരം എന്ന് പറയുന്നത്. അപ്പോ അവിടേക്ക് കൂടുതലായിട്ടും ഈ പറയുന്ന പാർട്ടി കോൺഗ്രസിന് എല്ലാവർക്കും സ്വീകാര്യമായിട്ടുള്ള സ്ഥാനാർത്ഥികളെ നിർത്താൻ മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് പലപ്പോഴും സീറ്റിനടിയൊക്കെ അവിടെ നടക്കുന്നത് ഏറ്റവും കൂടുതൽ. അപ്പൊ ഒരു വിഭാഗത്തോളം നേതാക്കന്മാർ പറയുകയാണ് രമ്യ ഹരിദാസ് വേണ്ട എന്ന് പറയുമ്പോഴത്തേക്കും അത് അവരുടെ നിസ്സഹരണം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് രമ്യ അവിടെ നിന്നാൽ തോറ്റുപോകും. അതാണ് സത്യാവസ്ഥ. അപ്പോ ദളിത് കോൺഗ്രസ് നേതാക്കൾ അവിടുത്തെ പറയുകയാണ് രമ്യ വേണ്ടെങ്കിൽ വേണ്ട എന്ന് തന്നെയുണ്ട്. സണ്ണി ജോസഫ് അതിനോട് പ്രതികരിച്ചിട്ടില്ല. ഇവര് വന്നിട്ടുണ്ട്. രമ്യയുടെ മിക്കവാറും ഈ പറയുന്ന തിരുവനന്തപുരത്തായിരിക്കത്തില്ല, മറ്റേതെങ്കിലും മണ്ഡലങ്ങളിലേക്കായിരിക്കും പോസ്റ്റ് ചെയ്യുന്നത്. അടൂരിൽ ഇത്തരത്തിൽ രമ്യ മത്സരിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. റിപ്പോർട്ടുകൾ പ്രകാരമാണെങ്കിൽ ഒരുപക്ഷെ തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ പിന്നെ അടൂരിൽ മത്സരിക്കാനാണ് സാധ്യത. ഇപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ആലത്തൂരിലും ചേലക്കരയിലും ഒക്കെ ഇത്തരത്തിൽ രമ്യ ഹരിദാസ് മത്സരിച്ചതെല്ലാം പാർട്ടിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് മത്സരിക്കണമെന്ന് പാർട്ടി ആവശ്യപ്പെട്ടാൽ രമ്യ തീർച്ചയായിട്ടും അവിടെ മത്സരിക്കും. ഇപ്പോൾ പക്ഷേ പാർട്ടി അങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കുമോ? ഇങ്ങനെ ഒരു എതിർപ്പ് നിലനിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു എതിർപ്പ് മുന്നിൽ നിൽക്കുമ്പോൾ ഒരു തോൽവി പ്രതീക്ഷിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഒരു തോൽവി മുന്നിൽ കണ്ടുകൊണ്ട് രമ്യ ഹരിദാസിനെ മാത്രമല്ല മറ്റാരെയും ഒരു ഭാഗ്യ പരീക്ഷണത്തിന് നിർത്താൻ ഇന്നിപ്പോൾ കോൺഗ്രസ് പാർട്ടി തയ്യാറാകില്ല. നമുക്കറിയാൻ കഴിയാറായിട്ടുള്ള സ്ഥാനാർത്ഥികളെയൊക്കെ എവിടെ പ്ലേസ് ചെയ്താലും പ്രശ്നമില്ലാത്തൊരു രീതിയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സ്ഥാനാർത്ഥികളെയൊക്കെ ഏത് മണ്ഡലങ്ങളിലാണെങ്കിലും പാർട്ടി കോൺഗ്രസിന് അവരെവിടെ നിന്നാലും അവർക്ക് സ്വീകാര്യമായിരിക്കും. പിന്നെ കുറെ കൂടെ ശ്രദ്ധയെ ആകർഷിക്കുന്ന ചില മണ്ഡലങ്ങളുണ്ട്. ഇപ്പൊ ആറ്റിങ്ങൽ മണ്ഡലത്തില് കൃത്യമായിട്ട് നല്ല പോരാട്ടം നടക്കുന്നതാണ്. അങ്ങനെ ഒരു മണ്ഡലമാണ് ആറ്റിങ്ങൽ എന്ന് പറയുന്നത്. അതേപോലെ തളിപ്പറമ്പാണെങ്കിലും അതേപോലെ ധർമ്മടം ആണെങ്കിലും അങ്ങനെ കുറെ മണ്ഡലങ്ങളുണ്ട്. അപ്പൊ ആ മണ്ഡലങ്ങളിലൊക്കെ സ്റ്റാർ സ്ഥാനാർത്ഥികളെ ഇറക്കുന്ന ഒരു രീതി എല്ലാ പാർട്ടിക്കും ഉള്ളതാണ്. ഇപ്പൊ K സുരേന്ദ്രൻ നിൽക്കുന്ന മണ്ഡലമാണെങ്കിലും ഇനിയിപ്പോ ശോഭാ സുരേന്ദ്രൻ കായംകുളത്ത് നിൽക്കുന്നുണ്ടെന്നുള്ള ഒരു രീതിയിൽ BJPയുടെ ഭാഗത്തു നിന്നൊരു അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ മണ്ഡലങ്ങളില് K മുരളീധരന്റെ മണ്ഡലം ഏതാണെന്ന് നോക്കണം. അപ്പൊ അവരെയൊക്കെ ഏത് മണ്ഡലങ്ങളിലെ പ്ലേസ് സ്റ്റാർ മണ്ഡലങ്ങളിലായിരിക്കും അവരെ നിർത്താൻ പോകുന്നത്. പക്ഷെ രമ്യ ഹരിദാസ് എന്ന് പറയുന്നത് ഓൾറെഡി കഴിഞ്ഞ സമയം ആലത്തൂര് എന്ന് വെച്ചാൽ അവർ തട്ടകത്തിൽ നിന്ന് തന്നെ തോറ്റുപോയിട്ടുള്ളൊരു ആളായതുകൊണ്ട് അവർക്ക് അധികം ബന്ധമില്ലാത്തൊരു മണ്ഡലങ്ങളിലേക്ക് കൊണ്ട് നിർത്തുക എന്ന് പറയുന്ന ഒരു റിസ്ക് ഒരിക്കലും പാർട്ടി എടുക്കില്ല. പിന്നെ അവരെ ജയിപ്പിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം അവിടുത്തെ ഈ പറയുന്ന ദളിത് കോൺഗ്രസ് നേതാക്കന്മാർക്കാണ്. അവർ നിസ്സഹരണം കാണിക്കുകയാണെങ്കിൽ
ഒരു മണ്ഡലം, ഒരു പ്രധാനപ്പെട്ട മണ്ഡലമായിരിക്കും കൈവിട്ടു പോകാൻ പോകുന്നത്. അതെ. അപ്പൊ അങ്ങനെ ഇരിക്കെ അങ്ങനെ ഒരു ഭാഗ്യ പരീക്ഷണത്തിന് കോൺഗ്രസ് തയ്യാറാകില്ല എന്നാണ് അറിയാൻ എന്നുള്ളതാണ്. പിന്നെ ഓൾറെഡി ഒരു കോൺഗ്രസ് അനുകൂല അന്തരീക്ഷം നിലവിൽ കേരളത്തിൽ ഉള്ളത് കൊണ്ട് തന്നെ അപ്പോ കൂടുതലായിട്ടും എല്ലാ നേതാക്കന്മാർക്കും സ്വീകാര്യമായിട്ടുള്ള ആ ഒരു തലങ്ങളിലേക്ക് എടുക്കുള്ളൂ. പിന്നെ അവരെ ഒഴിവാക്കുന്ന രീതിക്ക് ഒന്നും പോവില്ല. പക്ഷേ പ്രധാന മണ്ഡലങ്ങൾ ലഭിക്കാൻ സാധ്യത കുറവാണെന്നുള്ള ഒരു രീതി മാത്രമേ ഉള്ളൂ. കുറച്ച് ആൾക്കാർക്ക് മാത്രമാണ് ഈ പ്രധാന മണ്ഡലങ്ങളിലേക്ക് മത്സരങ്ങൾ അല്ലെങ്കിൽ ആ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കാൻ പോകുന്നത്. പക്ഷെ ഒട്ടും ഒഴിവാക്കാൻ എന്തായാലും കോൺഗ്രസ് തയ്യാറാവില്ല. കാരണം ഇനിയിപ്പോ ഒരു ചാട്ടത്തിന്റെ ഒക്കെ ഒരു സീസൺ ആണെന്ന് ഞാൻ കഴിഞ്ഞൊരു ചർച്ചയിൽ പറഞ്ഞ പോലെ നല്ല ഒരുപാട് ആൾക്കാർ ഈ കോൺഗ്രസിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വി ഡി സതീശൻ പറഞ്ഞ പോലെ ആദ്യത്തെ വിസ്മയം കഴിഞ്ഞു. ആദ്യത്തെ വിസ്മയം മാത്രമാണിത്. ഇനി ഒരുപാട് വിസ്മയങ്ങൾ കോൺഗ്രസിലേക്ക് വരാനായിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ വരുമ്പോ ഇപ്പൊ ഐഷ പൂറ്റിക്കൊക്കെ നല്ലൊരു മണ്ഡലം തന്നെയായിരിക്കും കൊടുക്കാൻ പോകുന്നത്. അവര് നിലവിൽ സിറ്റിംഗ് ആയിട്ടിരിക്കുന്ന മണ്ഡലത്തിന് അത് തന്നെ ആയിരിക്കാം ചിലപ്പം കൊടുക്കാൻ പോകുന്നത്. അവർക്കുള്ള ആ ഒരു ജനപ്രീതി അനുസരിച്ചിട്ടായിരിക്കാം സെലക്റ്റീവ് ആയിട്ട് മണ്ഡലങ്ങൾ കൊടുക്കാൻ പോകുന്നത്. അപ്പൊ ആ മണ്ഡലങ്ങളിലേക്കൊക്കെ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ടും ആ ഒരു പൂർണ്ണ രൂപം കിട്ടുന്നത്. എന്താണ് കോൺഗ്രസ് പ്ലാൻ എന്നുള്ളത്. ഇപ്പോ നമ്മൾ ഇതുപോലെ തന്നെ ചർച്ച ചെയ്യേണ്ട മറ്റൊരിടമാണ് പാലക്കാട് എന്ന് പറയുന്നത്. പാലക്കാട് മണ്ഡലത്തിൽ ആരെ മത്സരിപ്പിക്കും എന്നുള്ളത് സജീവ ചർച്ചകൾ ഇപ്പോൾ നിലവിൽ ഉണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. പാലക്കാട് BJP സ്ഥാനാർത്ഥിയെ നിന്ന് തോറ്റ സന്ദീപ് വാര്യർ തന്നെ ഇത്തരത്തിൽ മത്സരിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഇതുവരെയുള്ള റിപ്പോർട്ടുകളിൽ. അപ്പോൾ അതിനോടൊപ്പം തന്നെയാണ് ഈ പറയുന്ന രമ്യ ഹരിദാസിനെ അടൂരിൽ മത്സരിപ്പിക്കാൻ, അല്ലെങ്കിൽ ആറന്മുളയിൽ ഇത്തരത്തിൽ വീണ ജോർജ് മത്സരിക്കുകയാണെങ്കിൽ വീണ ജോർജിനെതിരായി അബിൻ വർക്കിയെ മത്സരിപ്പിക്കാൻ ഇത്തരത്തിൽ ഈ പറയുന്ന മുതിർന്ന നേതാക്കന്മാരെ അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഇഷ്ടമുള്ള യുവ നേതാക്കന്മാരെ മുന്നിൽ നിർത്തിക്കൊണ്ട് പല കോട്ടകളും പിടിച്ചെടുക്കാനുള്ള ഒരു തന്ത്രം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന വീണ ജോർജിനെയൊക്കെ തോൽപ്പിക്കുക, അവര് ഒരു ആരോഗ്യമന്ത്രി എന്നുള്ള നിലയിൽ ചിലപ്പോൾ പരാജയമാണെങ്കിൽ ഒരു MLA എന്ന നിലയിൽ അവരുടെ നാട്ടുകാർക്ക് അവരെങ്ങനെയാണ് എന്നുള്ളത് കൂടി ഇവിടെ ഒരു പ്രസക്തമായ ഒരു കാര്യം തന്നെയാണ്. ഇനിയിപ്പോ ഏത് മണ്ഡലത്തിൽ നിന്നാലും തോറ്റു പോകുന്നൊരു സാഹചര്യമാണ്. അതിപ്പോ സ്റ്റാർ മണ്ഡലങ്ങളിലൊന്നും എന്തായാലും നിർത്താൻ പോകുന്നില്ല. അവരുടെ മണ്ഡലത്തിൽ നിർത്താൻ മാത്രമേ സാധ്യതയുള്ളൂ. സ്റ്റാർ മണ്ഡലങ്ങൾ പോലെ ഇപ്പൊ ശൈലജ ടീച്ചറിനെ കൊണ്ട് വടകരയിൽ നിർത്തിയതുപോലെ അങ്ങനെ സ്റ്റാർ മണ്ഡലങ്ങളിലേക്ക് പറിച്ചെടുത്ത് നടാൻ സാധ്യത കുറവാണ്. അത് ഓൾറെഡി CPM-നും അറിയാം. ഹർഷ പറഞ്ഞ പോലെ അവർ സിറ്റിംഗ് ആയിട്ടില്ല, അവരുടെ നാട്ടിൽ നിർത്താൻ മാത്രമേ ചാൻസ് ഉണ്ടാവുള്ളൂ. കാരണം അവിടെ നിന്ന് ഇനിയിപ്പോ വോട്ട് കിട്ടാനുള്ള ചാൻസ് ഉള്ളൂ. അല്ലാതെ CPM-ന് അത്രത്തോളം ധൈര്യമൊന്നും ഇല്ല. പ്രധാന മണ്ഡലങ്ങളിലെങ്ങാനും ഈ പറയുന്ന രീതിയിൽ വീണ ജോർജിന് അല്ലെങ്കിൽ നിലവിൽ മന്ത്രിസ്ഥാനത്തിരിക്കുന്ന ഒരു മന്ത്രിയെ പോലും ഏതെങ്കിലും ഒരു സ്റ്റാർ മണ്ഡലങ്ങളിൽ അവർ നിർത്താൻ പോകുന്നില്ല. അതാണ് സത്യാവസ്ഥ. അതിന് പകരം കുറച്ചുകൂടെ പുതിയ അല്ലെങ്കിൽ അങ്ങനെ കുറച്ചെങ്കിലും സ്വീകാര്യതയുള്ള ആൾക്കാരെ ആയിരിക്കും സ്റ്റാർ മണ്ഡലങ്ങളിൽ നിർത്താൻ പോകുന്നത്. പിന്നെ വലിയ രീതിയിൽ ഹെയ്റ്റ് ഇല്ലാത്ത നേതാക്കന്മാരെ ഇങ്ങനെ അത്യാവശ്യം ഒന്ന് പരിഗണിച്ച് പരിഗണന ആർക്കും കുറയ്ക്കാതെ ആ രീതിയിലായിരിക്കാം എല്ലാ മണ്ഡലങ്ങളിലും ആൾക്കാരെ നിർത്താൻ പോകുന്നത്. അതേപോലെ തന്നെ ബാക്കി ഈ പാലക്കാടിന്റെ കാര്യം പറഞ്ഞല്ലേ, പാലക്കാട് കോൺഗ്രസ് സ്ഥാനാർത്ഥി ആരാണെന്നുള്ള പൂർണ്ണ നിർണയം ഒന്നും വന്നിട്ടില്ല. ചർച്ചകൾ നടക്കുന്ന മാത്രമേ ഉള്ളൂ. അപ്പൊ എല്ലാ മണ്ഡലങ്ങളിലും ഇത്തരത്തിൽ ചർച്ചകൾ നടക്കുന്ന മാത്രമേ ഉള്ളൂ. ഇപ്പൊ പേര് ഉയർന്നു വരുന്നത് ഇപ്പൊ പ്രധാന സ്ഥാനാർത്ഥികളായിട്ടുള്ള ഈ BJP-യിൽ നിന്നും സുരേന്ദ്രൻ, ശോഭാ സുരേന്ദ്രൻ ഇവരൊക്കെ മത്സര രംഗത്തുണ്ടെന്ന് ഉറപ്പിച്ചിട്ടുള്ള ആൾക്കാരാണ്. പക്ഷേ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും അങ്ങനെ ഒരു പൂർണ്ണമായിട്ട് ഉറപ്പിച്ചു എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. അവിടെയും വീണ്ടും ഈ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ഗ്രൂപ്പുകളുള്ള പാർട്ടിയല്ലേ. അപ്പോൾ കൃത്യമായി ആ ഗ്രൂപ്പുകളുടെ ഒക്കെ ഒരു സമ്മതപ്രകാരം ചർച്ചകൾ നടന്നതിന് ശേഷം മാത്രമേ കോൺഗ്രസിന്റെ അകത്ത് ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് പോകുള്ളൂ. അത് നമ്മൾ പലപ്പോഴും കാണുന്നില്ല. ആദ്യം മിക്കപ്പോഴും ഈ സ്ഥാനാർത്ഥി നിർണയം നടത്തുന്നത് BJP ആയിരിക്കും, അതിനുശേഷം CPM നടത്തും, അതിനുശേഷമായിരിക്കും കോൺഗ്രസിന്റെ തവണ ഒരു മാറ്റമുണ്ട്. കോൺഗ്രസ് ആണ് തദ്ദേശത്തിലും നിയമസഭയിലും ആദ്യം സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുന്നതും അവർ പ്ലാൻ ചെയ്യുന്നത് പോലെയുള്ള ഒരു വിജയത്തിലേക്ക് അല്ലെങ്കിൽ ഒരുപക്ഷെ അതിന് ഒരുപടി മുകളിലേക്ക് എത്താൻ സാധിക്കുന്നത് എന്നുള്ളത്. ഇനി വരുന്ന സമയങ്ങളിൽ ഇത്തരത്തിൽ രമ്യ ഹരിദാസ് മാത്രമല്ല അതുപോലെയുള്ള പല നേതാക്കന്മാർ പലരും എവിടെയൊക്കെ മത്സരിക്കും, ആദ്യമൊക്കെ അഭ്യൂഹങ്ങൾ ഒരുപാട് വരാൻ സാധ്യതയുണ്ട്. അതിനുശേഷം യാഥാർത്ഥ്യമായിട്ടുള്ള ഇടങ്ങളൊക്കെ പുറത്തു വരുമെന്നുള്ളതാണ്. അപ്പോൾ അറിയാം ആരൊക്കെ അനുകൂലിക്കും, ആരൊക്കെ പ്രതികൂലിക്കും, ഇനി ഈ പറയുന്ന വഴക്കുകൾക്കൊക്കെ കോൺഗ്രസിൽ ഇനി സ്ഥാനമുണ്ടാകുമോ എന്നുള്ളത്.